morning my dear students, welcome back to the new session of Python programming. In previous session we have already studied about built-in functions and also discussed about math module. Today we are going to discuss about another Python module, that is datetime module, and also about different functions in it. Python has a module named datetime that can be imported to do work with dates and times. We can use this module by the statement import datetime. നിങ്ങൾ മാത്ത് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞിട്ടായിരുന്നു മാത്ത് മൊഡ്യൂളിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഡേറ്റൈം മൊഡ്യൂൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് യു ഷുഡ് ഇമ്പോർട്ട് ഡേറ്റൈം. ഓക്കെ, ഡേറ്റൈം മൊഡ്യൂൾ സപ്ലൈസ് ക്ലാസ്സസ് ടു വർക്ക് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം. These classes provide a number of functions to deal with dates, times and time intervals. Okay. The datetime classes in Python are categorized into main 5 classes. That is, datetime module ഉള്ളിലുള്ള ക്ലാസ്സുകളെല്ലാം categorize ചെയ്തിട്ട് main 5 ക്ലാസ്സുകളായിട്ട് divide ചെയ്തിട്ടുണ്ട്, which includes date time, time delta and tz-info. Okay. Among which date is used to manipulate just date. Its attributes are year, month and day. Then time is used to calculate the time independent of the day. Its attributes are hour, minute, second and microsecond. Then next datetime. It is the combination of both date and time. Its attributes includes both the attributes of date and time. Then next time delta. It is used to calculate the duration, which expressing the difference between two times, two date or two date time, and which instances to microsecond resolution. Then next tz-info, which is an abstract class for dealing with the time zone. So these are the different classes of datetime module. Okay, then datetime module also consists of some constants which include datetime min year and datetime max year. The min year is the smallest year allowed in the datetime object, which its value is 1, and max year is the largest year allowed in a datetime object and its value is 9999. Okay. Then look at this example. The first example is used to get current date and time. And നമുക്ക് കറണ്ട് ഡേറ്റ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നൗ. ഈ നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ളതാണ്. നമുക്കറിയാം ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ 5 ക്ലാസ്സുകളുണ്ട്. ഇതിൽ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ഒരു ഫംഗ്ഷനാണ് നൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് അവൈലബിൾ ആവും. സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇമ്പോർട്ട് ഡേറ്റ് ടൈം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡേറ്റ് ടൈം മൊഡ്യൂൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. ദെൻ ഈ ഡേറ്റ് ടൈം മൊഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ് ടൈം ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നൗ എന്ന് പറയുന്നത് ഉള്ളത്. അതുകൊണ്ട് വി ക്യാൻ യൂസ് ദ സ്റ്റേറ്റ്മെന്റ് ആസ് date time dot now. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഡേറ്റ്, ഇപ്പോഴത്തെ ഡേറ്റും ടൈമും കിട്ടും. അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് എന്ത് പേരുള്ള ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ദെൻ പ്രിന്റ് ദാറ്റ് ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് ടൈം എല്ലാം കിട്ടും. ഓക്കെ. Then next get current date. ഇന്നത്തെ ഡേറ്റ് മാത്രം കിട്ടാൻ, ഇത് ഡേറ്റ് ആൻഡ് ടൈം കിട്ടാനായിരുന്നു നൗ എന്ന് പറഞ്ഞ മെത്തേഡ്. അതുപോലെ ഇന്നത്തെ കറന്റ് ഡേറ്റ് മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടുഡേ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടുഡേ എന്ന് പറഞ്ഞ മെത്തേഡ് ഡേറ്റ് ടൈം മൊഡ്യൂളിൽ ഡേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇവിടെ ഡേറ്റ് ടൈം ക്ലാസ്സിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തത്. ഇവിടെ ഡേറ്റ് ക്ലാസ്സിലുള്ളതാണ്. സോ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ഡേറ്റ് ടൈം ഡോട്ട് ഡേറ്റ് ഡോട്ട് ടുഡേ. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഡേറ്റ് കിട്ടും. അതിനെ നമ്മളൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ദെൻ പ്രിന്റ് ദാറ്റ് വാരിയബിൾ ടു ഗെറ്റ് ഡേറ്റ്. ഓക്കെ. ദെൻ നമ്മൾ ഈ 5 ക്ലാസ്സുകളും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. 5 ക്ലാസ്സുകളാണ് പറഞ്ഞത് ഡേറ്റ് ടൈം മൊഡ്യൂളിലുള്ളത്. അതിൽ ഓരോ ക്ലാസ്സുകളും അതിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഫങ്ഷൻസും ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ആണ് ഡേറ്റ് ക്ലാസ്. വി ക്യാൻ ഇൻസ്റ്റാൻഷിയേറ്റ് ഡേറ്റ് ഒബ്ജക്ട്സ് ഫ്രം ഡേറ്റ് ക്ലാസ്. A date object represents a date, that is a year, month and a day. A date object can be created using the constructor datetime.date
ഇയർ മന്ത് ഡേ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡേറ്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതിലിവിടെ യൂസ് ചെയ്യുന്ന ഈ ഡേറ്റിനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ് ടൈം മൊഡ്യൂൾ ഉള്ളതായതുകൊണ്ട് ഡേറ്റ് ടൈം മൊഡ്യൂൾ ദാറ്റ് ഈസ് ഡേറ്റ് ടൈം ഡോട്ട് ഡേറ്റ് ദെൻ ഈ 3 പാരാമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ 3 പാരാമീറ്ററിന് വാല്യൂസിൻ്റെ റേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മിൻ ഇയർ മാക്സ് ഇയർ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ വരുന്നതായിരിക്കണം ഇയറിൻ്റെ വാല്യൂ. ദെൻ മന്തിൻ്റെ വാല്യൂ ഷുഡ് ബി ബിറ്റ്വീൻ 1 and 12 ആൻഡ് ഡേയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ പർട്ടിക്കുലർ ഡേയ്സ് ഓരോ ഇയറിലും ഓരോ മന്തിനും പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് അലൗഡ് ആണ്. 1ൻ്റെയും ആ നമ്പർ ഓഫ് ഡേയ്സിൻ്റെയും ഇടയിലായിരിക്കണം ഈ ഡേയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂസ് എല്ലാം ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം. അതുപോലെ ഈ റേഞ്ചിൻ്റെ ഉള്ളിലും ഉള്ള വാല്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ എറേഴ്സ് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ consider some examples. First, date object to represent a date. ഒരു particular ഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഡേറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടറാണ് ഡേറ്റ് ടൈം ഡോട്ട് ഡേറ്റ് ഇയർ മന്ത് ഡേ. അപ്പോൾ നമുക്ക് ഈ ഇയർ മന്ത് ഡേ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഈ എക്സാമ്പിൾ പറയണേ. സോ ഫസ്റ്റ് വി ഹാവ് ടു ഇമ്പോർട്ട് ഡേറ്റ് ടൈം, ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഡേറ്റ് ടൈം ഡോട്ട് ഡേറ്റ് ഓഫ് ഒരു പർട്ടിക്കുലർ ഇയർ മന്ത് ഡേ ഈ ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ ഇറ്റ് വിൽ അസൈൻ ടു എ ഡേറ്റ് ടൈം ഒബ്ജക്റ്റ്. ഈ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റിനെയാണ് ഈ കൺസ്ട്രക്ടർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റിനെയാണ് ഈ ഡേറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ദെൻ പ്രിന്റ് എ എന്ന് പറയുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ് പ്രിന്റ് ചെയ്ത് വരും. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ വി ക്യാൻ ഓൾസോ ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ഇങ്ങനെ നമ്മൾ ഡേറ്റ് ടൈം ഡോട്ട് ഡേറ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റിൽ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുക. ദാറ്റ് ഈസ് ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ്. ഡേറ്റ് ടൈം മൊഡ്യൂളിൽ നിന്ന് ഡേറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്യാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മൊഡ്യൂൾ മാത്രമേ ഇമ്പോർട്ട് ചെയ്യുള്ളൂ, ഇവിടെ മൊഡ്യൂളിൽ നിന്ന് ആ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാണ്. സോ നമ്മൾ അഗൈൻ ഇവിടെ യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഡേറ്റ് ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് വിൽ അസൈൻ ടു സം വാല്യൂ എ, ദെൻ പ്രിന്റ് എ. അപ്പോഴും നമുക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടും. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ കറന്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ടു. ഡേറ്റ് ക്ലാസ്സിലെ ടുഡേ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കറന്റ് ഡേറ്റ് കിട്ടുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇത്. അതുപോലെ ഡേറ്റ് ഫ്രം ടൈം സ്റ്റാമ്പ്, ദാറ്റ് ഈസ് ടൈം സ്റ്റാമ്പ് എന്ന ഒരു പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് ഇൻറ്റിജേഴ്സിനെയാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടൈം സ്റ്റാമ്പ് എന്ന് കറന്റ് വാല്യൂസ് ഒരു കറന്റ് ഡേറ്റ് നമുക്ക് കിട്ടാൻ പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രം ടൈം സ്റ്റാമ്പ്. ഇറ്റ് ഈസ് ഓൾസോ എ മെത്തേഡ് ഇൻ ഡേറ്റ് ക്ലാസ്. സോ ഡേറ്റ് ഡോട്ട് ഫ്രം ഡേറ്റ് ഡോട്ട് ടുഡേ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡേറ്റ് ഡോട്ട് ഫ്രം ടൈം സ്റ്റാമ്പ് എന്താണോ നമ്മുടെ ടൈം സ്റ്റാമ്പ് അതിവിടെ കൊടുക്കും. സോ അതിനെ നമുക്ക് ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ആ വാരിയബിൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ് ഡിസ്പ്ലേ ആവും. ഓക്കെ, പർട്ടിക്കുലർ ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് എന്ന് ഇയർ മന്ത് ഡേ എങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടാം അതിനു വേണ്ടി യൂസ് ചെയ്യണതാണ് ഈ ഒരു എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഇപ്പോൾ ഇന്നത്തെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ടുഡേ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് യൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു വാല്യൂവിനെ ഇന്നത്തെ ഡേറ്റിനെ നമ്മൾ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ വാരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി ഈ ടുഡേ നമുക്ക് ഫുൾ ഡേറ്റ് അല്ലാതെ അതിലെ ഡേയും ഇയറും മന്തും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ്. ഓക്കെ, ടുഡേ ഡോട്ട് ഇയർ, ടുഡേ ഡോട്ട് മന്ത്, ടുഡേ ഡോട്ട് ഡേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ some more functions are available in date class. നമ്മൾ ടുഡേ കണ്ടു, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഓൾറെഡി കണ്ടു. അതുപോലെ ഡേറ്റ് ക്ലാസ്സിലുള്ള മറ്റ് ഫങ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം ക്ലാസ്. ഡേറ്റ് ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് ടൈം ക്ലാസ്. ഇപ്പം നമ്മൾ ഡേറ്റ് ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്ത പോലെ തന്നെ ടൈം ക്ലാസ്സിനെയും നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യും. എ ടൈം ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേറ്റഡ് ഫ്രം ദ ടൈം ക്ലാസ് റെപ്രസെൻറ്റ്സ് എ ലോക്കൽ ടൈം. എ ടൈം ഒബ്ജക്റ്റ് റെപ്രസെൻറ്റ്സ് എ ലോക്കൽ ടൈം ഓഫ് ഡേ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി പർട്ടിക്കുലർ ഡേ. ഒരു പർട്ടിക്കുലർ ഡേയിലുള്ള ടൈം അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏതൊരു ഡേയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ ടൈമിനെയാണ് ടൈം ക്ലാസ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, then its syntax is നമ്മൾ ഡേറ്റ് ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് ടൈം ഡോട്ട് ടൈം അവർ, മിനിറ്റ്, സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, ദെൻ TZ info ആൻഡ് ഫോൾഡ്. ഓൾ ദ ആർഗ്യുമെന്റ്സ് ആർ ഓപ്ഷണൽ. ഇവിടെ ആർഗ്യുമെന്റ്സ് എല്ലാം ഓപ്ഷണൽ ആണ്, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. TZ info can be none, otherwise all attributes must be an integer in the following range. ഇതിൽ TZ info എപ്പോഴും നൺ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ആർഗ്യുമെന്റ്സിനും ഈ ഒരു റേഞ്ച് ബാധകമാണ്. നമുക്കറിയാം അവറിന്റെ വാല്യൂ 0 to 24, then മിനിറ്റ് 0 to 60, then സെക്കൻഡ് 0 to 60, മൈക്രോ സെക്കൻഡ്
ഈ റേഞ്ചിൽ വരും. ഓക്കെ, ഇതിൽ ടി സെഡ് ഇൻഫോ അതുപോലെ ഫോൾഡ് ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, ദെൻ ടൈം ഒബ്ജക്റ്റ് ടു റെപ്രസെൻറ്റ് ടൈം. ഒരു ടൈം റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ടൈം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് ഈക്വൽ ടു ജസ്റ്റ് ഒരു ടൈം എന്ന് പറയുന്ന കൺസ്ട്രക്ടർ പാരാമീറ്റർ ഒന്നും ഇല്ലാതെ എങ്ങനെ കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഗെറ്റ് ഔട്ട്പുട്ട് ആ 00. ദാറ്റ് ഈസ് ടൈം അവർ 0, മിനിറ്റ് 0 ആൻഡ് സെക്കൻഡ് 0. ദെൻ നെക്സ്റ്റ് ഇങ്ങനെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ട് അവർ, മിനിറ്റ്, സെക്കൻഡ് അങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ പ്രിന്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് 11, 34, 56. അതേപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ജസ്റ്റ് വാല്യൂസ് കൊടുക്കുന്നതിന് പകരം അവർ ഈക്വൽ ടു 11, മിനിറ്റ് ഈക്വൽ ടു 34, സെക്കൻഡ് ഈക്വൽ ടു 56 ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഒരു ടൈമിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ടൈം കൺസ്ട്രക്ടർ. അപ്പോൾ നമുക്കൊരു സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് സീനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് മൈക്രോ സെക്കൻഡ് കൊടുത്തിരുന്നില്ല. മൈക്രോ സെക്കൻഡും കൊടുത്തിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഫോർ. ഓക്കെ, ദെൻ നമ്മൾ ഡേറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം എന്ന് എങ്ങനെ നമുക്ക് അവർ, മിനിറ്റ്, സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെയാണ്. എന്താണോ ടൈം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് ഡോട്ട് അവർ, ഒബ്ജക്റ്റ് ഡോട്ട് മിനിറ്റ്, ഒബ്ജക്റ്റ് ഡോട്ട് സെക്കൻഡ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ടൈമിലുള്ള അവർ, മിനിറ്റ്, സെക്കൻഡ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്ലാസ് ആണ് ഡേറ്റ് ടൈം ക്ലാസ്. നമ്മൾ പറഞ്ഞു ഡേറ്റ് ക്ലാസ്സിനെയും ടൈം ക്ലാസ്സിനെയും രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡേറ്റ് ടൈം ക്ലാസ്. നമുക്ക് ഡേറ്റും കിട്ടും ടൈമും കിട്ടും. Okay, the datetime module has a class named datetime class that can be contain information from both date and time objects. Okay, then in the constructor ഇങ്ങനെയാണ് datetime dot datetime year, month, day, hour, minute, second, microsecond, then tsetInfo, fold. That is അവിടെ നമ്മൾ പറഞ്ഞ ഡേറ്റ് ക്ലാസ്സിനെയും ടൈം ക്ലാസ്സിനെയും ആട്രിബ്യൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഡേറ്റ് ടൈം ക്ലാസ്സിൽ വരിക. ദെൻ ഈ വാല്യൂസിൻ്റെ എല്ലാം റേഞ്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ബാക്കി രണ്ട് ക്ലാസ്സിലും പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ റേഞ്ചസ് വരുന്നത്. Then നമ്മൾ ഡേറ്റ് ഒബ്ജക്റ്റും അതുപോലെ ടൈം ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്ത പോലെ ഹൗ ടു ക്രിയേറ്റ് എ ഡേറ്റ് ടൈം ഒബ്ജക്റ്റ്. ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ് ടൈം കൊടുക്കുക. ദെൻ ഡേറ്റ് ടൈം ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇതിലെല്ലാം ഓപ്ഷണൽ ആണ്, എല്ലാം ഒരുമിച്ച് കൊടുക്കണമെന്നില്ല. ഡേറ്റ് മാത്രമാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അതല്ല ഡേറ്റും ടൈമും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എല്ലാം കൊടുക്കാം. ദെൻ അതിനുശേഷം ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് കറസ്പോണ്ടിങ് ഡേറ്റ് ആൻഡ് ടൈം ഒബ്ജക്ട്സ് വാല്യൂസ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് എന്ന് എങ്ങനെ ഇയർ, മന്ത്, അവർ, മിനിറ്റ്, മൈക്രോ സെക്കൻഡ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് എക്സാമ്പിൾ. ദെൻ അതർ ഫങ്ഷൻസ് ഓഫ് ഡേറ്റ് ടൈം ക്ലാസ്. ഒരു ഡേറ്റ് ടൈം ക്ലാസ്സിൽ വരുന്ന ബാക്കിയുള്ള കുറേ ഫങ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ് ഈസ് ടൈം ഡെൽറ്റ ക്ലാസ്. നമ്മൾ പറഞ്ഞു ടൈം ഡെൽറ്റ ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് ഡേറ്റോ അല്ലെങ്കിൽ രണ്ട് ടൈമോ തമ്മിലുള്ള ഡിഫറൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് ടൈം ഡെൽറ്റ. എ ടൈം ഡെൽറ്റ ഒബ്ജക്ട് റെപ്രസെൻറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഡേറ്റ്സ് ഓർ ടൈം. ഇവിടെ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ് ടൈം ഡേറ്റ്. രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ട് ഡേറ്റ് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. T1, T2 വാല്യൂസ് കൊടുത്ത് രണ്ട് ഡേറ്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ T3 = T1 - T2 കൊടുക്കുന്നു. അതുപോലെ ഡേറ്റ് ടൈമിൻ്റെ രണ്ട് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ T3ലും T6ലും നമുക്ക് ഒരു ഇവിടെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഡേറ്റ് കിട്ടും, ഇവിടെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഡേറ്റ് ടൈം ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ ഈ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഈ T3യും T6ൻ്റെയും പ്രത്യേകത രണ്ടും T3യും T6ഉം രണ്ടും ടൈം ഡെൽറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും. കാരണം രണ്ട് ഡേറ്റുകളോ അല്ലെങ്കിൽ രണ്ട് ഡേറ്റ് ടൈം വാല്യൂസിനെയോ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ് ഈ T3യും T6ഉം. സോ ബോത്ത് ആർ ബിലോങ് ടു ദ ക്ലാസ് ടൈം ഡെൽറ്റ. ഓക്കെ,
നെക്സ്റ്റ് പൈത്തൺ ഫോർമാറ്റ് ഡേറ്റ് ടൈം. ദാറ്റ് ഈസ് നമ്മൾ കണ്ടു ഇപ്പോൾ പൈത്തണിൽ ഡേറ്റ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇയർ മന്ത് ഡേറ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്ത് വരിക. പക്ഷേ പല സ്ഥലത്തും പല രീതിയിലാണ് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക. മന്ത് ഡേറ്റ് ഇയറും അതുപോലെ ഡേറ്റ് മന്ത് ഇയർ ഇങ്ങനെ പല രീതിയിലും പല സ്ഥലത്തും പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫോർമാറ്റ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഇയർ മന്ത് ഡേറ്റ് എന്നുള്ള ഫോർമാറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഡേറ്റ് ടൈം ക്ലാസ്സിലുള്ള രണ്ട് മെത്തേഡ്സ് ആണ് strf ടൈമും അതുപോലെ strp ടൈമും. ഓക്കെ, ഫസ്റ്റ് strf ടൈം. strf ടൈം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ടൈം ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് സ്ട്രിംഗ് ആക്കി മാറ്റാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ strf ടൈം എന്ന് പറയുന്നത് ഡേറ്റ് ക്ലാസ്സിലും ഡേറ്റ് ടൈം ക്ലാസ്സിലും ടൈം ക്ലാസ്സിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. This method creates a formatted string from the given date, time or time object. ഒരു പർട്ടിക്കുലർ ഡേറ്റോ ഡേറ്റ് ടൈമോ അല്ലെങ്കിൽ ടൈം ഒബ്ജക്റ്റെന്നോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റിലേക്ക് അത് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് strf ടൈം. ഓക്കെ, ഇവിടെ അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ് ടൈം. ദെൻ നൗ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം നൗ എന്ന് പറയുന്ന മെത്തേഡ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക എന്നറിയാം. പക്ഷെ ആ ഒരു ഔട്ട്പുട്ടിനെ നൗ എന്ന് പറയുന്ന നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ നൗ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ എങ്ങനെ പ്രിന്റ് ചെയ്ത് വരണം എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് നൗ ഡോട്ട് strf ടൈം എന്ന് പറഞ്ഞിട്ട് എന്താണോ ഫോർമാറ്റ് അത് നമ്മൾ ഇതിൻ്റെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കും. ഇവിടെ h മീൻസ് അവർ, മിനിറ്റ്, സെക്കൻഡ്. സോ ഈ ഒരു ഫോർമാറ്റിലാണ് നൗവിൻ്റെ ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ലൈക്ക് ദിസ്. സോ ഔട്ട്പുട്ട് വിൽ ബി അവർ, മിനിറ്റ്, സെക്കൻഡ് ഇങ്ങനെ വരും. ഓക്കെ, ദെൻ അതുപോലെ വീണ്ടും നൗ എന്ന് പറയുന്നതിന് മന്ത്, ഡേറ്റ്, ഇയർ, അവർ, മിനിറ്റ്, സെക്കൻഡ് ഈ ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗിവ് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ ഫോർമാറ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ %y, %m, %d, %h ഇതിനെയൊക്കെ ഫോർമാറ്റ് കോഡ് എന്നാണ് പറയുക. ഈ ഫോർമാറ്റ് കോഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോർമാറ്റിലാണോ നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവരിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോർമാറ്റ് കോഡുകളാണ് ഇവിടെ പറയുന്നത്. ഓരോ ഫോർമാറ്റ് കോഡിനും വരാവുന്ന വാല്യൂസും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് strp ടൈം. സ്ട്രിങ്ങിനെ കറസ്പോണ്ടിങ് ഡേറ്റ് ടൈം ആക്കാൻ വേണ്ടിയിട്ടാണ് strp ടൈം. strf ടൈം ഒരു ഡേറ്റ് ടൈമിന് കറസ്പോണ്ടിങ് സ്ട്രിങ് ആക്കാനായിരുന്നു. ഇത് നേരെ തിരിച്ച്. strp ടൈം മെത്തേഡ് ക്രിയേറ്റ്സ് എ ഡേറ്റ് ടൈം ഒബ്ജക്ട് ഫ്രം ദ ഗിവൺ സ്ട്രിങ്. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ് ടൈം. ഓക്കെ, ദെൻ ഒരു സ്ട്രിങ് ഒരു ഡേറ്റിന് ഒരു കറസ്പോണ്ടിങ് സ്ട്രിങ് ആയിട്ടുള്ള ഒരു ഡേറ്റിന് എടുത്തു. ആ ഡേറ്റ് ഇതൊരു ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ്, ഇതൊരിക്കലും ഡേറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ല. പക്ഷേ ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് കറസ്പോണ്ടിങ് ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് strp ടൈം. അപ്പോൾ നമ്മളൊരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ സ്ട്രിങ്ങിനെ ഡേറ്റ് ടൈം ഡോട്ട് strp ടൈം യൂസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രിങ് രണ്ട് പാരാമീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താണോ ആ സ്ട്രിങ് അതും ദെൻ അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് അതിനെ മാറ്റേണ്ടത്, ഏത് ഫോർമാറ്റിലേക്കാണോ ആ ഒരു ഡേറ്റിനെ കീപ്പ് ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് അതിന് ഒരു കറസ്പോണ്ടിങ് ഡേറ്റ് ടൈമിൻ്റെ ഒരു ഒബ്ജക്റ്റിലേക്ക് അതിനെ അസൈൻ ചെയ്യാം. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഒരു ഒബ്ജക്റ്റിലേക്ക് അതിനെ അസൈൻ ചെയ്യാം. ദെൻ അസൈൻ ചെയ്തതിന് ശേഷം അതിനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തത് ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് strp ടൈം യൂസ് ചെയ്യുന്നത്. strp ടൈമിൽ രണ്ട് ആർഗ്യുമെൻ്റ് ആണ്. ഒന്ന് ആ സ്ട്രിങ്ങും ദെൻ നെക്സ്റ്റ് ഫോർമാറ്റ് കോഡ് ഈക്വലന്റ് ടു ദ ഫസ്റ്റ് ആർഗ്യുമെന്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമാറ്റ് കോഡ് എന്താണോ അതും നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. താങ്ക് യു.